അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് നോക്കുന്നത് 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 2-ാം പാഠമായ അൽ മിയാഹു എന്ന പാഠമാണ്. ഈ 2 ചിത്രങ്ങളും നോക്കൂ, വ്യത്യാസം തിരിച്ചറിയൂ. 2 ചിത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഒന്ന് ശുദ്ധമായ വെള്ളമാണ്, മറ്റൊന്ന് ചായയാണ്. ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാത്തരം വെള്ളവും നാം കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ. വെള്ളം 3 വിധം. ഒന്ന് തഹൂർ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. ഉദാഹരണം: മഴവെള്ളം, പുഴവെള്ളം, കിണറ്റിലെ വെള്ളം, കടൽ വെള്ളം. 2 ത്വാഹിർ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഉദാഹരണം: തേങ്ങവെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങവെള്ളം, ജ്യൂസ്. 3 നജസ്, സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഉദാഹരണം: മൂത്രം, ലഹരിദ്രാവകം. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പറയും. ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. വെള്ളം ത്വഹൂർ, ഉപയോഗം: വുളൂ ചെയ്യുക, കുളിക്കുക, വൃത്തിയാക്കുക, കുടിക്കുക മുതലായവ. ത്വാഹിർ, ഉപയോഗം: കുടിക്കുക, ശുചീകരണം അല്ലാത്ത മറ്റു ആവശ്യങ്ങളും. നജസ്, ഉപയോഗം: ഉപയോഗിക്കാൻ പാടില്ല. ഇനി തദ്രീബാത്ത് നോക്കാം. 1. വേർതിരിച്ചെഴുതാം. ത്വഹൂർ, ത്വാഹിർ, നജസ്. 1. കടൽ വെള്ളം. കടൽ വെള്ളം ത്വഹൂറാണ്. 2. ജ്യൂസ്. ജ്യൂസ് ത്വാഹിറാണ്. 3. കള്ള്. കള്ള് നജസാണ്. 4. നാരങ്ങവെള്ളം. നാരങ്ങവെള്ളം ത്വാഹിറാണ്. 5. മൂത്രം. മൂത്രം നജസാണ്. 2. നിർവചിക്കാം. 1. ത്വഹൂർ. ഉത്തരം: സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. 2. ത്വാഹിർ. ഉത്തരം: സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. 3. നജസ്. ഉത്തരം: സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. 3. യോജിച്ചവയോട് ചേർക്കാം. ത്വഹൂർ, മഴവെള്ളം. ത്വാഹിർ, കഞ്ഞിവെള്ളം. നജസ്, ലഹരിദ്രാവകം. മുസ്തഅമൽ, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.